നമുക്ക് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ഇതുവരെ പഠിച്ചതെന്ന് വെറുതെ നോക്കാം. നമ്മൾ ആദ്യം എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ എന്താ ഡിഫൈൻ ചെയ്തു. റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ടെങ്കിൽ ആ സാമ്പിൾ സ്പേസ് ഡൊമെയിനും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് റേഞ്ചുമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കോയിൻ ടോസിങ് ആണെങ്കിൽ നമുക്കറിയാം രണ്ട് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡ് ടെയിൽ. അപ്പം ഞാനിപ്പോൾ എക്സ് ഡിഫൈൻ ചെയ്യുവാണ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും. എക്സ് എടുക്കുന്ന വാല്യൂസ് എച്ച് വരുമ്പം എക്സ് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. എച്ച് വരുമ്പം എച്ച് ആണ് ഔട്ട്കം എങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ടെയിലാണ് ഔട്ട്കം എങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമ്മൾ ഈ എക്സ് എന്ന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഫ്രം സാമ്പിൾ സ്പേസ് ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എങ്ങനെയാണ്, ഡൊമെയിനിലെ എച്ചിൻ്റെ നേരെയുള്ള വാല്യൂ 1, ടെയിലിന് നേരെയുള്ള വാല്യൂ. സോ ദിസ് ഈസ് എ റിലേഷൻ. അങ്ങനെ ഇതൊരു ഫംഗ്ഷനാണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമെയിൻ ഈസ് ദ സാമ്പിൾ സ്പേസ് ആൻഡ് റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. ഇനി നമുക്കറിയാം റാൻഡം വേരിയബിൾസ് 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ടേക്സ് വാല്യൂസ് ഇൻ ആൻ ഇൻ്റർവൽ. ഇപ്പോൾ 0 ≤ x ≤ 1, ദിസ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതേസമയം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ വാല്യൂസ് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഡൈ ത്രോയിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഔട്ട്കംസ് എന്തൊക്കെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് വി ഡിഫൈൻ എക്സ് ആസ് ദി നമ്പർ ഷോൺ ബൈ എ ഡൈ, എക്സ് അങ്ങനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2, 3, 4, 5, 6. ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്പർ ഓഫ് ലീവ്സ് ഇൻ എ ട്രീ ആണെങ്കിൽ 0, 1, 2, 3. ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു ഇൻഫിനിറ്റി. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഓക്കെ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ദ വാല്യൂ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ ആൻ ഇൻ്റർവൽ. അങ്ങനെ കണ്ടിന്യൂസ് അല്ലാത്ത റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, PDF എന്ന് നമ്മൾ വിളിക്കുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ X ഈക്വൽ ടു സ്മോൾ x തന്നെയാണ്. ഓക്കെ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ f of x എന്ന് പറഞ്ഞാൽ f of x dx, the probability density function is a function f of x such that f of x into dx is a probability that x lies in the interval x plus dx. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കേസിൽ f of x പ്രോബബിലിറ്റി അല്ല. f of x is a function such that f of x into dx is a probability. Okay. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് കേസിൽ f of x is a probability and it lies between 0 and 1. ബട്ട് കണ്ടിന്യൂസ് കേസിൽ ഇത് 0ക്കും 1 പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ലെസ് ദാൻ 1. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ബൈ എ PDF. രണ്ട് കണ്ടീഷനുണ്ട്. f of x ഇപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ 0 ≤ f of x ≤ 1. കാരണം ഞാൻ പറഞ്ഞു f of x പ്രോബബിലിറ്റി തന്നെയാണ്. സോ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് f of x ഈക്വൽ ടു 1. ഇതാണ് ഡിസ്ക്രീറ്റ് കേസിൽ. കണ്ടിന്യൂസ് കേസിലാണെങ്കിൽ ദർ ആർ 2 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഈസ് f of x ഈസ് നോൺ നെഗറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് 1നേക്കാളും ചെറുതായിരിക്കണമെന്ന് നിർബന്ധമില്ല, ബട്ട് ഇറ്റ് ക്യാനോട്ട് ബി നെഗറ്റീവ്, 0യേക്കാളും വലുതായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് f of x dx ഈക്വൽ ടു 1. ഓക്കെ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കുകയില്ല. ഇനി അടുത്തത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്, ക്യാപിറ്റൽ F of x. ഇതിൽ
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ഡിസ്ക്രീറ്റ് കേസിനും കണ്ടിന്യൂസ് കേസിനും ഒറ്റൊരു ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. അത് ഇത്രയും മാത്രമാണ്. പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സ്മോൾ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് എ പ്രോബബിലിറ്റി. സോ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ വിത്ത് റെസ്പെക്ട് ടു യു സച്ച് ദാറ്റ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഫ് ഓഫ് യു. എക്സ് ഈസ് ഡിസ്ക്രീറ്റ്. ഓക്കെ, കണ്ടിന്യൂസ് ആണെങ്കിലോ ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് ഡി എക്സ് വെൻ എക്സ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, 2, എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് നോൺ ഡിക്രീസിങ്. അതൊരിക്കലും കുറയില്ല. ഒന്നെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കും അല്ലെങ്കിൽ കൂടും, പക്ഷേ അതൊരിക്കലും ഡിക്രീസ് ചെയ്യില്ല. തേർഡ് വൺ, ഇറ്റ് ഈസ് ഓൾവേസ് റൈറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് റൈറ്റ് കണ്ടിന്യൂസ്. ഫോർത്ത് കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് ഇൻഫിനിറ്റി, അതായത് എഫ് ഓഫ് -∞ ഈക്വൽ ടു 0, എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനത്തെ 4 പ്രോപ്പർട്ടീസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമിൻ വെദർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 + 2x/28 0 ≤ x ≤ 4 ഈസ് എ PDF. ഇഫ് ഇറ്റ് ഈസ് എ PDF, കാൽക്കുലേറ്റ് 3 ≤ x. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടി ആദ്യം തന്നെ നമ്മൾ നോക്കും എക്സ് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ റേഞ്ച് കാണിച്ചേക്കുന്നത് ഇൻ്റർവെല്ലാണ്, 0 to 4 എന്നുള്ള ഇൻ്റർവെല്ലാണ്. സോ എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇനി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് എ PDF എന്നാണ്. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ PDF ആവാനുള്ള 2 കണ്ടീഷൻസ് ഇതൊക്കെയാണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, സിഗ്മ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഇത് രണ്ടുമാണ് കണ്ടിന്യൂസിന് സാറ്റിസ്ഫൈ ഉള്ള 2 കണ്ടീഷൻസ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ 3+ ഇവിടെ നമുക്കറിയാം ഇവിടെ എക്സ് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈ പോസിറ്റീവ് വാല്യൂ ഇട്ടാൽ ഈ ഇവിടെ എക്സിൻ്റെ ഏത് പോസിറ്റീവ് വാല്യൂവിനും എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആവില്ല. സോ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് എവിഡൻ്റ് ആണ് ഈ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ 0 to 4 3 + 2x/28 dx നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂസ് ഇട്ടു. അപ്പോൾ അത് നമുക്ക് 1 കിട്ടി. സോ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. ഇനി അടുത്ത് നമുക്ക് കണ്ട പ്രോബബിലിറ്റി ദാറ്റ് ഇവിടെ ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ദാറ്റ് 3 ≤ x എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി 3 ≤ x ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി, പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അറിയാം കണ്ടിന്യൂസ് കേസിൽ ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് പ്രോബബിലിറ്റി ദാറ്റ് a < x <b എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3x റേഞ്ചസ് ഫ്രം 3 to ഇൻഫിനിറ്റി. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നു പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 3 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഇവിടെ എഫ് ഓഫ് എക്സ് റേഞ്ച് ചെയ്യുന്നത് 0 to 4 വരെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് 3 to ഇൻഫിനിറ്റി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 3 to 4 ഈ 0 to 4 എന്നുള്ള റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് ദിസ് റേഞ്ച് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. 0 to 4 3 + 2x/28 ആണ്. ഔട്ട്സൈഡ് ദിസ് റേഞ്ച് എഫ് ഓഫ് എക്സ് 0. അപ്പോൾ 3 to ഇൻഫിനിറ്റി എന്നുള്ള ഈ റേഞ്ചിൽ നമ്മൾ 3 to 4 എന്നും 4 to ഇൻഫിനിറ്റി എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 to 4 ഇതാണ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ, 4 to ഇൻഫിനിറ്റിയിൽ 0 ആണ്. അപ്പം നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെന്നല്ല, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനായിരുന്നു. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം, പിന്നെ ഈ 2 പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ
നമുക്ക് ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടാൽ നമുക്കത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇനി ഒന്നാമത്തെ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. f(x) ലൈസ് ബിറ്റ്വീൻ 0 and 1. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ x<0 ആകുമ്പോൾ ക്യാപിറ്റൽ f(x) 0 ഓക്കെ. ഇനി x 0യ്ക്കും 5നും ഇടയ്ക്കാവുമ്പോൾ ക്യാപിറ്റൽ f(x)ൻ്റെ വാല്യൂ x²/25 എന്നാണ്. അപ്പോൾ x 0 ആകുമ്പോൾ ക്യാപിറ്റൽ f(x) 0, x 5 ആകുമ്പോൾ ക്യാപിറ്റൽ f(x) 1 ഓക്കെ. ഇനി 1 when x greater than or equal to 5. അപ്പോൾ ഇവിടെ ഒരു കേസിലും ഈ ക്യാപിറ്റൽ f(x) 0, 1 എന്നുള്ള റേഞ്ച് വിട്ട് പുറത്ത് പോയിട്ടില്ല. 0യ്ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ക്യാപിറ്റൽ f(x) ഈസ് നോൺ ഡിക്രീസിങ് ഓക്കെ. അപ്പോൾ x 0യേക്കാളും ചെറുതാവുമ്പോൾ ക്യാപിറ്റൽ f(x) 0 ഓക്കെ. ഇനി അടുത്തത് x 0യ്ക്കും 5നും ഇടയ്ക്ക് കിടക്കുമ്പോൾ ഇത് ഒരു കേർവാണ് ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ക്യാപിറ്റൽ f(x) എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ. അപ്പം ഞാൻ ഇവിടെ സ്കെച്ച് ചെയ്ത് നോക്കുമ്പോൾ x <0 ആകുമ്പോൾ x <or = 0യ്ക്ക് ക്യാപിറ്റൽ f(x) 0 0യ്ക്കും 5നും ഇടയ്ക്ക് കിടക്കുമ്പോൾ നമുക്കിവിടെ വരുന്ന ഫംഗ്ഷൻ y = x²/25 എന്നാണ് ഓക്കെ. അപ്പോൾ അത് നമുക്കറിയാം, അതൊരു പരാബോളയുടെ ഇക്വേഷനാണ്. അതായത് x² = 4ay എന്നുള്ള ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. അപ്പോൾ ആ പരാബോളയുടെ ഷേപ്പ് 0 to 5 x 0 to 5 റേഞ്ച് ചെയ്യുമ്പോൾ x 0 ആകുമ്പോൾ y 0 x 5 ആകുമ്പോൾ y 1 അപ്പോൾ വൈയുടെ റേഞ്ച് 0 to 1 ഓക്കെ. അപ്പോൾ ഈ 0 to 5 നമ്മൾ ആ പരാബോള x² = 4ay എന്നുള്ള പരാബോളയുടെ ഷേപ്പിൽ വരച്ചു. ഇനി x greater than or equal to 5 ആകുമ്പോൾ ക്യാപിറ്റൽ f(x) 1 ഓക്കെ. ക്യാപിറ്റൽ f(x) is 1 ഓക്കെ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ക്യാപിറ്റൽ f(x) is നോൺ ഡിക്രീസിങ് ആണ്, ഒരിക്കലും താഴേക്ക് കുറഞ്ഞു പോയിട്ടില്ല. ഈ രണ്ട് സ്ഥലത്ത് ക്യാപിറ്റൽ f(x) കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഈസ് നോൺ ഡിക്രീസിങ്. അതുകൊണ്ട് ക്യാപിറ്റൽ f(x) is നോൺ ഡിക്രീസിങ്. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ f(x) റൈറ്റ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് അതായത് എക്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ 0, 5 ഈ രണ്ട് പോയിൻറ്റ്സിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ x <or = 0 ആകുമ്പോൾ ക്യാപിറ്റൽ f(x) 0 ഓക്കെ. അപ്പോൾ x 0 എന്നുള്ള പോയിൻറ്റിന് ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ ക്യാപിറ്റൽ f(x)ൻ്റെ വാല്യൂ 0 ഇനി 0 എന്നുള്ള പോയിന്റിൽ റൈറ്റിൽ നിന്നുള്ള വാല്യൂ എന്താണെന്ന് നോക്കാം. റൈറ്റിൽ നിന്നുള്ള വാല്യൂ ഇവിടെ വരും, കണ്ടോ. റൈറ്റിൽ നിന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, x അപ്രോച്ചസ് 0 ഫ്രം ദ റൈറ്റ് സൈഡ്. അതായത് x 0യേക്കാളും വലിയ വാല്യൂസിൽ നിന്ന് 0യിലേക്ക് അടുത്ത് വരുന്നു. ആ കേസിലും ക്യാപിറ്റൽ f(x)ൻ്റെ വാല്യൂ എന്താണ്, ഇവിടെ x²/25 അപ്പോൾ വലിയ വാല്യൂസിൽ നിന്ന് 0യിലേക്ക് അടുത്ത് വരുമ്പോൾ ഇവിടെ ഇവിടെ എക്സിന് 0 ഇടണം. അപ്പോൾ എക്സിന് 0 ഇടുമ്പോൾ ക്യാപിറ്റൽ f(x)ൻ്റെ വാല്യൂ 0 അപ്പോൾ ഇവിടെ റൈറ്റ് കണ്ടിന്യൂസ് ആണ് ഓക്കെ. ക്യാപിറ്റൽ f(0) 0 ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത് റൈറ്റ് കണ്ടിന്യൂസ്. ഇനി അടുത്തത് 5 എന്നുള്ള പോയിൻ്റാണ്. 5 എന്നുള്ള പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ x > f(1) എത്രയാണ്, f(5) എത്രയാണ്, f(5) 1 ഇനി x > 5 എന്ന് പറഞ്ഞാൽ x അപ്രോച്ചസ് 5 ഫ്രം ദ റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ നിന്ന് 5നെ അപ്രോച്ച് ചെയ്യുന്നത് ഇവിടെയാണ് ഓക്കെ, അവിടെ. അപ്പോൾ f(5) 1 x റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പം ഉള്ള വാല്യൂ 1 ഓക്കെ. അങ്ങനെ എല്ലാ പോയിൻറ്റ്സിലും റൈറ്റ്. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഫോർത്ത് കണ്ടീഷനാണ് ഓക്കെ. നേരത്തെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ ഞാൻ f (−∞ = 0, f (∞ = 1) എഴുതിയത് ഇങ്ങനെ എഴുതാം. അതായത് ക്യാപിറ്റൽ f (a) = 0 when a less than minimum value of x, ക്യാപിറ്റൽ f (b) = 1 for b greater than maximum value of x. ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ മിനിമം വാല്യൂ 0 ഓക്കെ. അപ്പോൾ എക്സ് 0യേക്കാളും ചെറുതാവുമ്പോൾ ക്യാപിറ്റൽ f(x) എന്താണ്, 0. എക്സിൻ്റെ മാക്സിമം വാല്യൂ 5 അപ്പോൾ എക്സ് 5നേക്കാളും മാക്സിമം വാല്യൂക്കാളും വലുതാവുമ്പോൾ ക്യാപിറ്റൽ f(x)ൻ്റെ വാല്യൂ എന്താണ്, 1. ഫോർത്ത് കണ്ടീഷൻ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. അങ്ങനെ ക്യാപിറ്റൽ f(x) എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. സോ ക്യാപിറ്റൽ f(x) ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അടുത്ത നമുക്ക് ക്യാപിറ്റൽ f(x)ൻ്റെ വാല്യൂ ഗ്രാഫ് വരയ്ക്കാനാണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ഗ്രാഫ് വരച്ച് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ കിട്ടിയത് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ഇൻക്രീസിങ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ കിട്ടിയായിരുന്നു. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ശരിക്കും പ്രോപ്പർട്ടിയിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് റൈറ്റ് കണ്ടിന്യൂസ്ന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ റൈറ്റ് കണ്ടിന്യൂസും ആണ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണ്. കാരണം ഇവിടെ നോക്കിയേ, എക്സ് 0 എന്നുള്ള പോയിന്റ് എടുത്താൽ എക്സ് 0യേക്കാളും തൊട്ട് ചെറിയ വാല്യൂവിന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. എക്സ് 0യേക്കാളും തൊട്ട് വലിയ വാല്യൂവിനും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എക്സിന് 0 ഇടണം. അപ്പോൾ ഇവിടെ എക്സിന് 0 ഇടുമ്പോൾ 0 ആണ്. അതുപോലെ 5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5നേക്കാളും തൊട്ട് ചെറിയ എക്സിൻ്റെ വാല്യൂ, ഓക്കെ, തൊട്ട് ചെറിയ എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എക്സിന് 5 ഇടണം. അപ്പോൾ അത് 25/25 1 കിട്ടും. എക്സിനേക്കാളും തൊട്ട് വലിയ 5നേക്കാളും തൊട്ട് വലിയ എക്സിൻ്റെ വാല്യൂവിന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ചെറിയ വാല്യൂവിനും വലിയ വാല്യൂവിനും 1 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ പോയിന്റ്സിലും, ഈ 2 പോയിന്റ്സിലും 0, 5 ഈ 2 പോയിന്റ്സിലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് റൈറ്റ് കണ്ടിന്യൂസുമാണ് ലെഫ്റ്റ് കണ്ടിന്യൂസുമാണ്. അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ എപ്പോഴും അങ്ങനെയായിരിക്കും. അതേസമയം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് റൈറ്റ് കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാകും, നമ്മളിവിടെ ഇങ്ങനെ ഇപ്പോൾ ഓരോ ഇൻ്റർവെൽ വരച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ താഴേക്ക് വരയിട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ വര ഇങ്ങനെ ഇടുമ്പം ഈ വാല്യൂ ഇവിടെയുള്ള എക്സിൻ്റെ വാല്യൂവിൽ വന്ന് ടച്ച് ചെയ്യണം. ഇപ്പോൾ 1 എന്നുള്ള പോയിൻ്റാണ് ഇവിടെ ടച്ച് ചെയ്യണം. കാരണം ഇത് റൈറ്റ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ലെഫ്റ്റ് കണ്ടിന്യൂസ് അല്ല. ഇവിടെ ഒരു ഗ്യാപ്പ് വരണമെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ട് നോട്ടിൽ വരപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഗ്രാഫ് വരപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, പക്ഷേ ഈ കേസിൽ കണ്ടിന്യൂസ് കേസിൽ ഞാനിവിടെ കാണിച്ചത് ഇത് റൈറ്റ് കണ്ടിന്യൂസ് ആണ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഓരോ പോയിന്റിലും ഈ വാല്യൂസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഇവിടെ ടച്ച് ചെയ്യും. ഇവിടുത്തെ പോലെ ഒരു ഗ്യാപ്പ് വരില്ല. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ടച്ച് ചെയ്യും. അപ്പോൾ 0, 5 എന്നുള്ളതാണ് ബ്രേക്ക് വരുന്ന പോയിന്റ്സ്. അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്തു പറയുന്നത് കേട്ടോ, കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിൽ. ബാക്കി എല്ലാ പോയിന്റ്സിലും അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരും അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചു. ഇനി അടുത്ത പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ആർ ടു സ്മോൾ എക്സ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ആർ ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്മോൾ എക്സിന് 3 ഇടുക, എഫ് ഓഫ് 3 ഇടുക. അപ്പോൾ 3 ഇടുമ്പോൾ ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് 3 ഇടുക. എഫ് ഓഫ് 3 ഇടുമ്പോൾ ഇനി ഇവിടെ 3യുടെ വാല്യൂവിന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0യ്ക്കും 5നും ഇടയ്ക്ക് വരുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് x²/25 ആണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ വരും. അതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 9/25. അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു. അതായത് പ്രോബിലിറ്റി ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞു പ്രോബിലിറ്റി ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈക്വൽ ടു പ്രോബിലിറ്റി ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നീട്ടി പിടിച്ച് എഴുതി. അതായത് ഇവിടെ ലെസ് ദാനും വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ സെയിം ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് വന്നാൽ നമുക്കത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എഴുതാം. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലെ കേസിൽ ഈ ഭാഗത്ത് ലെസ് ആണേലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണേലും എങ്ങനെ വന്നാലും നമുക്കതിനെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബിലിറ്റി ദാറ്റ് 1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ് വേണ്ടത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമുക്കതിനെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്ന് എഴുതാം. അതായത് എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1. അപ്പോൾ 1ഉം 4ഉം രണ്ടും ഈ 0 to 5 എന്നുള്ള റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് 4 കിട്ടാൻ x²/25 എക്സിന് 4 കൊടുക്കണം. എഫ് ഓഫ് 1 കിട്ടാൻ x²/25 എക്സിന് 1 കൊടുക്കണം. അങ്ങനെ 4²/25 മൈനസ് 1²/25 എന്ന് വരും. അത് നമുക്ക് 3/5 കിട്ടും.